വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഇൻവെർട്ടർ വയറിങ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മീറ്ററിൻ്റെയൊക്കെ അത് KCB മീറ്റർ പാനലിൻ്റെ അടിയിലായിട്ട് ഒരു വലിയ ഫ്യൂസ് വരും. അപ്പോൾ ആ ഫ്യൂസിൽ നിന്നും വരുന്ന കറണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഈ ഒരു ഫ്യൂസിലേക്കാണ് ആദ്യം വരുന്നത്. ഈ ഒരു ഫ്യൂസിലേക്ക് വന്നതിന് ശേഷം നേരെ അത് ഈ ഒരു 16 ആമ്പിയറിൻ്റെ ഇതൊരു മോട്ടറിന് ഉപയോഗിക്കുന്ന ഫ്യൂസാണ്, ഈ ഫ്യൂസിലേക്ക് പോകും. അതിന് ശേഷമാണ് ഈ കാണുന്ന 2 ഫ്യൂസ് ബെഡ്റൂം, ഹാള്, വർക്ക് ഏരിയ, കിച്ചൺ ആ ഭാഗത്തിലേക്കൊക്കെ പോകുന്ന ഫ്യൂസുകളാണ്. ഓക്കെ, അപ്പം ഈ ഫ്യൂസിൽ നിന്നും ഈ ഒരു ഫ്യൂസുകളിലേക്ക് പോകുന്ന ആ ഒരു കറണ്ട് അല്ലെങ്കിൽ ആ ഒരു വയർ നമുക്ക് ആദ്യം ഒന്ന് ഇതിൽ നിന്ന് അഴിച്ചു മാറ്റണം. ഓക്കെ, ഇപ്പോൾ വയർ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതാണ് സാധാരണ നമ്മുടെ മീറ്റർ പാനലിൻ്റെ അടിയിൽ നിന്നും ഈ ഒരു ഫ്യൂസിലേക്ക് വന്നിട്ട് അത് ഈ മോട്ടറിൻ്റെ 16 ആമ്പിയറിൻ്റെ ഈ ഒരു ഫ്യൂസിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് വരുന്ന വയറാണ് ഇത്. അപ്പം ഈ വയർ നമ്മൾ ഇവിടെ വെച്ചൊന്നും 2 ആക്കി എടുക്കണം. ഇപ്പോൾ ഇത് 2 ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് ചെയ്യാനുള്ളത്, ഇതിൽ നമ്മൾ വേറെ അഡീഷണൽ ഒരു വയർ ഇട്ടിട്ട് നമുക്കൊന്ന് ലെങ്ത് കൂട്ടിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു വയർ ഈ ഒരു ഫ്യൂസിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വേറൊരു വയർ ഇട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു നീളത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട്, അത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വയർ. ഇത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഫേസ് ഇൻപുട്ടായിട്ട് എടുക്കാനും അതുപോലെ തന്നെ ന്യൂട്രായിട്ട് ഈ കാണുന്നത് മുഴുവനും ന്യൂട്രാണ്. അതായത് ഇതൊരു ന്യൂട്രൻ്റെ ടെർമിനലാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്നത് ഒരു എർത്തിന് ഉപയോഗിക്കുന്ന ടെർമിനലാണ്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകാതെ നോക്കുക. അപ്പോൾ ഞാനിവിടെ ഇൻവെർട്ടറിൻ്റെ ഈ ഔട്ട്പുട്ടിന് എടുക്കുന്നത് ഇതുപോലത്തെ ഒരു 2² mm ഒരു വയറാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ വയറുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്യണം. ഇവിടെ ഈ വയർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്യൂസിലേക്ക് ഇത് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ വയർ കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ്. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് ഫേസ് ആയിട്ട് കൊടുക്കേണ്ട ഈ ഒരു വയറാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്വിച്ച് ബോക്സ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വിച്ച് ബോക്സിൻ്റെ ഫേസ് ഇവിടെയും സ്വിച്ച് ബോക്സിൻ്റെ ന്യൂട്രൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്തും കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് സ്വിച്ച് ബോക്സിൻ്റെ ന്യൂട്രൽ ഈ ഒരു ഭാഗത്തും സ്വിച്ച് ബോക്സിൻ്റെ ഫേസ് ഇതിലും കണക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ നേരത്തെ ഈ ഒരു വയറും ജോയിൻ്റ് ആയിരുന്നു. അതായത് ഈ ഫ്യൂസിൽ നിന്ന് ഈ ഫ്യൂസിലോട്ട് ജോയിൻ്റ് ആയിരുന്നു. ഇപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് അഴിച്ച് മാറ്റിയിട്ട് ഇപ്പം ഈ ഒരു ഫ്യൂസുമായിട്ട് ബന്ധമില്ല. പകരം ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്യൂസിൽ നിന്ന് വരുന്ന ഈ ഒരു വയർ നമ്മൾ നേരെ അഴിച്ച് സ്വിച്ച് ബോക്സിൻ്റെ ഫേസിലും കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ന്യൂട്രലിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫ്യൂസിൽ നിന്ന് വരുന്ന ഈ ഒരു വയറിൽ നമ്മളൊരു ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവെർട്ടർ ഇതിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇൻവെർട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഒരു UPS ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ഇതുപോലെ ഒരു സ്വിച്ച് ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും വലിയ സ്വിച്ച് ബോക്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല. സാധാരണ ഈ ഒരു ഇത്രയും മതി. അതായത് ഈ ഒരു സ്വിച്ചും ഈ ഒരു 3 പിൻ സോക്കറ്റും ഉള്ള ഇത്രയും ഉള്ള ഈ 2 ഭാഗമുള്ള ഒരു സ്വിച്ച് ബോക്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇത്രയും വലിപ്പമുള്ള ഒരു സ്വിച്ച് ബോക്സ് എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വരുന്ന ഔട്ട്പുട്ട് വയർ ഈ ഒരു UPSൻ്റെ ഔട്ട്പുട്ട് ഭാഗത്താണ് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് മെയിൻസിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിത് ഔട്ട്പുട്ട് മാത്രം നോക്കണം. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും വയർ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബൾബ് ഒന്ന് ഫ്ലിക്കർ ചെയ്യും, അല്ലെങ്കിൽ അത് തെളിയാതെ വരും. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വയറിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇവിടെ ഇത് ഓണാക്കുവാണ്. ഇവിടെ ഓണായിപ്പം ഇവിടെ ബൾബ് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വയറും കാര്യങ്ങളുമൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഇവിടെ ഓഫായി. ഇനി നമുക്കിതൊന്ന് മെയിൻസ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ DB ബോക്സിൽ ഈ കാണുന്ന ഈ ഒരു ഫ്യൂസ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കണം. അത് ഓൺ ചെയ്തപ്പോൾ ഇവിടെ UPS ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ചാർജിങ് മോഡിലേക്ക് UPS മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
ഇപ്പോൾ എന്താ നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് യു പി എസിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് സാധാ ഒരു ഇൻവെർട്ടർ പോലെ നമുക്ക് ഇത് ഇൻവെർട്ടർ ഓഫ് പൊസിഷനാണ്, അതായത് സ്വിച്ച് ഇൻവെർട്ടറിൻ്റെ ഓഫ് ആണെങ്കിലും ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, KSEBയുടെ കറണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, പക്ഷേ യു പി എസിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ യു പി എസ് സ്വിച്ച് ഓൺ ആക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് KSEBയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കപ്പിൻ്റെ ആണെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് സ്വിച്ച് ഓൺ ആക്കിയെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻവെർട്ടർ അല്ലെങ്കിൽ യു പി എസോ ഇൻവെർട്ടറോ ഏതെങ്കിലും ഒരു ഡിവൈസ് നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു ഫ്യൂസിൽ നിന്ന് ഈ ഒരു ഫ്യൂസിലേക്ക് പോകുന്ന ഒരു വയർ, അപ്പം ഈ ഒരു ഫ്യൂസും തമ്മിലുള്ള കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഒരു വയർ നമ്മളൊന്ന് അതൊന്ന് ബ്രേക്ക് ചെയ്യുക, അതൊന്ന് ഊരി മാറ്റുക. അതിന് ശേഷം ഈ ഒരു ഫ്യൂസിൽ നിന്നും വരുന്ന വയർ അത് നമ്മൾ സ്വിച്ച് ബോക്സിൻ്റെ ഫേസ് ഇൻപുട്ടിലേക്ക് കൊടുക്കുക. ശേഷം ന്യൂട്രൽ മുകളിലും കൊടുക്കുക. ഔട്ട്പുട്ടിൽ നമുക്ക് ന്യൂട്രൽ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഔട്ട്പുട്ടിൽ ന്യൂട്രൽ കോമൺ ആണ്. ഓക്കെ, അതിന് ശേഷം ഈ വരുന്ന ഫ്യൂസിൻ്റെ വയർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വയറായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, നേരെ ഈ ഒരു ഇൻവെർട്ടറിലേക്കോ അല്ലെങ്കിൽ യു പി എസിലേക്കോ നമ്മൾ കൊടുക്കുക. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ഇൻവെർട്ടർ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നമുക്ക് വയറിങ് ഇൻസ്റ്റാൾ ചെയ്യാം.